ഉണ്ടായിരുന്നോളാനാ ഞാൻ മൂളിട്ട് മക്കളാണ് ശകലം കയ്യിൽ എടുത്താൽ മതി കയ്യിൽ കയ്യിലിട്ടാൽ മതി ശകലം നമ്മുടെ കണ്ണ് കാണത്തില്ല പിന്നെ ബാ ബാ ഇവനെ മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഒത്തിനെ കാണാനില്ല. എന്തെന്ന് അറിയത്തില്ല. ബാക്കി ഒന്നിനും കാണുന്നില്ല. എല്ലാം 2-3 ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ വരെ. ഇന്നിപ്പോൾ ഇവ മാത്രമേ കാണുന്നുള്ളൂ. രാവിലെ അവിടെ വന്ന് വീടിൻ്റെ അവിടെ അപ്പോൾ കുറച്ച് വിരമരുന്നും കൊടുത്ത് ഇവന് ചെയ്യണ്ടോ ക്ഷീണോ ഇവൻ നേരത്തെ നന്നായിരുന്നു, വിരയാന്ന് തോന്നുന്നു. അതുകൊണ്ട് കുറച്ച് വിരയുടെ മരുന്നും കൊടുത്ത് ബാക്കി ഒന്നിനും കാണുന്നില്ല. എല്ലാം ഈ തള്ളയുടെ പുറകെ പോകുന്നതുകൊണ്ട് അങ്ങ് തോട്ടത്തിലൊക്കെ പോയി അവിടെ ഇവിടെ കിടക്കും, അങ്ങോട്ട് വരത്തില്ല. ആദ്യം ഇവനാണ് പൊയ്ക്കൊണ്ടിരുന്നത്, ഇപ്പോൾ ഇവൻ പോകത്തില്ല. അവൻ ക്ഷീണിച്ചു പോയി, വിര കയറിയിട്ടാന്ന് തോന്നുന്നു. ഏറ്റവും നന്നായിട്ടിരുന്ന ഇവൻ ആദ്യം. കോഴിക്ക് ഇവിടെ വല്ല ഇട്ട് കൊടുത്തിട്ട് മറ്റേ പട്ടിക്ക് തീറ്റ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെ എല്ലാം കൂടെ അവിടെ വന്ന് പട്ടിയുടെയും കൂടെ ഒക്കെ എടുത്തില്ലേ. പാവങ്ങളുടെ ഭക്ഷണം അടൊക്കെ നമ്മൾ ഈ കിഴക്കുള്ള ആൾക്കാരുടെ അടയൊക്കെ ഓരോരുത്തർ റബ്ബർ വെട്ടാൻ പോകുന്നത്, നേരത്തിൽ പോകുന്നത്, കിഴക്കുള്ള ആൾക്കാരുടെ ഒരു ദേശീയ ഭക്ഷണമാണ് അവിടെ. നീ എപ്പോഴാണ് എഴുന്നേറ്റെ? ഇന്നെന്നാ പരീക്ഷ? ഇന്നെന്നാ പരീക്ഷയാ? എല്ലാം നടക്കുമോ? സമയത്തായി ആ 8:05. ഏതൊരു ശരിയാ. ഒന്ന് എണ്ണിക്കേ എത്ര കോഴി ഉണ്ടെന്ന്. വണ്ടു വെച്ചേ, വണ്ടു എണ്ണിക്കേ എത്ര കോഴി ഉണ്ടെന്ന് എണ്ണിക്കേ. 6 എണ്ണിക്കേ. എവിടെ? നീ കുഞ്ഞേ എണ്ണിക്കേ. അന്ന് ഞാൻ സ്കൂളിലും വിടത്തില്ലേ നീ, അന്ന് കണ്ടോണ്ടിരിക്കും അവിടെ. 1 2 4. ഇങ്ങോട്ടല്ല ഓരോന്നെണ്ണ്. പാക്കരൻ പാക്കരൻ 1, പിന്നെ ആ വൈറ്റ് കോഴി 2, പിന്നെ ആ എന്താ കളറാ, ബ്രൗണോ മെറൂണോ മഞ്ഞ, ആ യെല്ലോ ഒന്നുമല്ല, പിന്നെ മഞ്ഞ അല്ലത്, അത് 3. പിന്നെ അതെ ശങ്കരനല്ലേ അങ്ങ് നിൽക്കുന്ന ശങ്കരൻ, അല്ല ഇതല്ലേ ശങ്കരൻ, മറ്റേതാ പാക്കരൻ. പാക്കരൻ 4. ആ കളറോ? അത് ബ്ലാക്കും ഉണ്ട്, റെഡ് അല്ല തന്നെ കളറത്, റെഡും ഉണ്ട്. റെഡ് അല്ലത്. ആ ഉണ്ട്. ആ ഉണ്ട്.
അപ്പൊ ഇതോ ഇല്ലോ പോലെ എല്ലാം ഒന്നും അല്ലത് അത് ക്രീം കളറ് അത് മറ്റേ മറ്റേ എന്തോ ഒരു കളറിന് പേരെന്നാ ചപ്പാത്തി കളറ് ചപ്പാത്തി കളർ അല്ല പിന്നെ ഓറഞ്ച് കളറൊക്കെ ഓറഞ്ചിന്റെ അങ്ങനെയല്ല ആൾക്കാർ കളർ വെക്കുന്നത് അല്ലേ ചപ്പാത്തി കളറ് മുന്തിരി കളർ എന്നൊക്കെ പറയുന്നല്ലേ ആ കൊച്ചിന് അത് അങ്ങനെ പറയുള്ളൂ കൊച്ചു ഓരോ ചപ്പാത്തിന്റെ കളറും അടയുടെ കളറും ദോശ കളറും ഒക്കെ പറയുന്നത് ദോശയുടെ കളറുള്ള കോഴി ഏതാ ദോശയുടെ കളർ ദോശ ആ അത് ചപ്പാത്തി എടി ഞങ്ങളെ മുടി അമ്മ ഞങ്ങള് പഠിക്കാൻ പോയെന്നറിയോ അവള് ഭയങ്കര അടുക്ക തലക്കിട്ടടിക്കുന്നു അങ്ങനെ എനിക്ക് ചോദിച്ചില്ല എവിടെ ഇട്ടത് ചക്ക വിട്ടാ എവിടെ എന്ത് ചക്ക എന്ത് സാഞ്ചേട്ടന്റെ പുറമെ കിട്ടിയതാണോ ചക്ക ഞങ്ങള് ഈ അടുത്തുകാരായിരിക്കും പഴുക്കട്ടെ ആ മാമനല്ല ഇത് സാജനങ്കിൾ ഷാമ്പു ഇത് കണ്ടോ ഇത് ഒരു ചക്ക കുഞ്ഞൻ ചക്ക ഈ ചക്കയുടെ പേരെന്നാ നല്ലതാണോ നോക്കട്ടെ കളച്ചക്ക ഇടിച്ചക്ക അല്ല ഓ എന്നാ ആഞ്ഞിലിച്ചക്ക ഓ അത് ശരിക്കും ഇത് മൂക്കാത്ത എനിക്കെന്താ മധുരം കുറവാ കൂടുതലല്ലേ ഇനി അതിന് വറക്കാനോ എന്നാ വെച്ചോ മൊത്തം കൊണ്ടുപോകും പുളിയല്ലേ പുളിയെന്ന് വെച്ചാൽ അതേ മൂക്കാതെ പഴുത്ത ഓ ദേ കപ്പ ദേ എന്നാ കാണിക്കോ നീയാ ദേ ഇതവിടെ വെക്ക് വെക്കിവിടെ ഒരു മരം വീണ ഒച്ച കേൾക്കുന്നു മരം വെട്ടുകാരനാര് ചേട്ടാ എന്ന് തോന്നുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ സമയത്തോ ഒന്നി മരം വെട്ടും അല്ലെങ്കിൽ കുഴി കുത്തും എന്നതാണോ എന്തോ ഇപ്പം ഇവിടെ ആണോ ആണോ ആഹാ ഒന്നും ഇറങ്ങാൻ പറ്റില്ല കോഴിയും പട്ടിയും എല്ലാം കൂടെ പുറകെയാണ് എന്നത്തിനാ ഈ മരം വെട്ടിയേ എന്തിനത് വെട്ടിക്കളഞ്ഞേ അതെ അതാ അത് ഇപ്പം വെട്ടിയ സാധനം ഏതാ ഇതെന്നായിരുന്നു കൊടി കയറിപ്പോയത് കണ്ടായിരുന്നോ ഒത്തേലൂടെ ഇനി ഇതിൽ കൂടെ കൊടി കയറുമെന്ന് പറഞ്ഞു തരുമോ ഇത് എന്താ മരമോ ഇത് മഹാഗണിയോ ആ എന്തിനാ വെട്ടിയേ എന്തൊരു കഷ്ടമായി 5000 രൂപ ഇപ്പൊ ഇവിടെ ഈ വെട്ടിയൊക്കെ കിടക്കുന്ന തന്നെയായിരുന്നു ഇത് അത് മറ്റേ മാങ്കോസ്റ്റിനോ അതിന്റെ ഈ ശരിക്കുള്ള തൈ കയറ്റി വിടുന്ന അത് മനസ്സിലായി ഇത് എന്നത്തിനാ വെട്ടിയെന്ന് അതും കൂടെ പറഞ്ഞു തരുമോ ഇത് ചുമ്മാ അവിടെ നിൽക്കുന്നു ഇത് വെട്ടാൻ വേണ്ടി അത് വെട്ടിയത് അങ്ങനത്തെ പ്രാന്തിന്റെ സ്വഭാവം ഉണ്ടല്ലേ ഈ ചൂടത്ത് തന്നെ ഈ മരം എല്ലാം വെട്ടിക്കളയുന്നതിനൊക്കെയാണ് മഹാഗണി വെട്ടിക്കളഞ്ഞേക്കുന്നു എൻ്റെ പൊന്നു ചേട്ടാ ആരെങ്കിലും വെട്ടിക്കളയുമോ അമ്മ ചെന്നിരിക്കുക അയ്യോ അങ്ങോട്ട് ചാഞ്ഞ് ഇങ്ങോട്ട് ചാഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മളെന്തോ ചെയ്യാനാ ഇത്രയും തന്നെ വെട്ടി ഇനിയിപ്പം നീ തന്നെ വെട്ടാനാ ഗ്രാവും എല്ലാം കൊണ്ട് വെട്ടി കളഞ്ഞിട്ട് എന്തേലും കാണില്ല ഈ പറമ്പിലോട്ട് ഇറങ്ങുമ്പോഴാണ് ആപ്പാട് ഇച്ചിരി തണുപ്പുള്ളത് ഇവിടെ നിൻ്റെ കൂടുതലുള്ളവന്മാരൊക്കെ എന്ത് ചെയ്യും നീ മാത്രം ഇവിടെ ആയിപ്പോയല്ലോ ഇവനെ ആദ്യം ഞാൻ എടുക്കാമെന്ന് പറഞ്ഞത്
പിന്നെ വെള്ളം എടുക്കാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് വന്നത് നമ്മുടെ സിംബു. പക്കരോ എന്നാ ഭാസ്കർ പേരില്ലാത്ത കോഴികൾ അവിടെ ഒന്ന് ചെയ്യട്ടെ. ഗൂഗിളിലോട്ട് കയറിയാൻ തോന്നുന്നു. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ആരോട് ചോദിച്ചിട്ടാണ് ടി വി വെച്ചത്? നിന്നോട് ടി വി വെക്കരുതേ എന്ന് പറഞ്ഞാണോ? അമ്മ പോന്നു. അപ്പ ഇങ്ങോട്ട് വരട്ടെ. അപ്പ വരണ്ട, അപ്പ ഇത് കാണുമ്പോൾ പഠിച്ചോളൂ, മനസ്സിലായിക്കോളും. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. കഞ്ഞി ഒന്ന് ഊറ്റട്ടെ. അല്ല അമ്മ എന്ത് ശ്യാമളമ്മ കണ്ടില്ലല്ലോ. ശ്യാമളമ്മയുടെ സ്ഥലമാണ് ആ കസേര. ആ കസേര ശ്യാമളമ്മയ്ക്ക് വേണ്ടി മാത്രം വെച്ചിരുന്ന കസേരയാണ്. ശ്യാമളമ്മ ഫോൺ ചെയ്യുന്നതും ഫോൺ നോക്കുന്നതും എല്ലാം ഇവിടെ ആ മൂലയ്ക്ക് അവിടെ ഇരിക്കുന്ന പോലെ ചിലപ്പോൾ മനസ്സിലാവത്തില്ല. അയ്യോ, കഞ്ഞി ഊറ്റട്ടെ. ഇനി കഞ്ഞിയും കൂടെ ഊറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കറിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ പണി തീർന്നു. പിന്നെ പോയത് ടി വി കാണും. എന്നാ പാലിവിടെ വെച്ചിട്ട് പോയാൽ മതി. ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് കേട്ട് മടുത്ത്. ഒന്ന് വെറൈറ്റി ആയിട്ട് പറയുമോ? അങ്ങനെ പറ തോക്കും. അങ്ങനെ പറ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. തോലും അത്ര മോശമായ കാര്യമൊന്നുമല്ല. കറിയും വെക്കണം, വീഡിയോ എടുക്കണം, എല്ലാം കൂടെ ഒന്നും നടക്കൂല. എനിക്ക് അപ്പോൾ രണ്ട് പിന്നെ ആര് ചെയ്തോണ്ടിരുന്നത്? ചക്കൂരി ആരാ കറി വെച്ചേ? ഞാൻ എന്നിട്ട് ഉണ്ടായിരുന്നോ? ഞാൻ ഹോസ്പിറ്റലിൽ പോയതല്ലേ ശ്യാമളമ്മയോട്. ആണോ? ആഹാ, എന്നാ ഇന്നത്തെ ദിവസം ഇവനെ ഒഴിച്ച് വേറെ ഒരുത്തരം കണ്ടിട്ടില്ല. എല്ലാം തമിഴ്നാടോട് അങ്ങോട്ടോ പോയി, ഇവിടെ ഇല്ല. ഇവൻ പക്ഷെ ഭയങ്കര കമ്പനി ആയിരുന്നു. അതുകൊണ്ട് ഒറ്റയ്ക്കായതുകൊണ്ട് ഡേ ഇവിടെ പാടിച്ചാൻ പോയി. അത് സാരമില്ല, അത് കോഴി ചാഞ്ഞിട്ടാ. അവൾ കിടന്നോട്ടെ. ആ തൂത്തോളൂ, നീ അതെടുത്ത് വാരാൻ പോകണ്ട. ഇതാരാടി? ഇതോ ആണോ? ആണാണ്, ലൂസി എന്നാണ് പേര്. ഇങ്ങോട്ട് കൊണ്ടുമുക്ക അതല്ല, പകൽ ഒരു രക്ഷയില്ലാത്ത ചൂട്. വൈകുന്നേരം ഞായറാഴ്ച പഠിപ്പിച്ചില്ല. എന്താ പഠിക്കും? ഓം സായറാം പഠിക്കും. ഓം സായറാം. പിന്നെ ഭയങ്കര ചൂടും, പിന്നെ വൈകിട്ട് ഇടി. ഇപ്പോൾ ഇടിയാ. മഴ പെയ്ത് ഒന്നും പറയാൻ പറ്റത്തില്ല. കുട്ടിക്കാനം ഭാഗത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഇങ്ങോട്ട് പെയ്തില്ല.
കൂടെ പിഴപ്പാടാവനെ ഇങ്ങനെയൊക്കെ പരിചവനെ പേടിപ്പിക്കാതെ. തുണിയൊന്നും ഇല്ലടി, വാടി ഇവിടെ. സിംബ വരുന്നു നിന്റെ കൂടെ, വാ ഇവിടെ. നിന്റെ ആയിരുന്നോ ശാമ്പു എടുത്ത് കുടിച്ചത്? എവിടെ ആയിരുന്നു? ആ ആയിക്കോട്ടെ, ചായ എടുത്തോണ്ട് പോകണമായിരുന്നു. ശാമ്പവി കുടിച്ചായിരുന്നു. ഞാൻ ചോദിച്ചു ഇത് 6 രൂപയായി ആടിയെന്ന് പറഞ്ഞ്. നീ കുടിച്ചോന്ന് ചോദിച്ചു. കുടിച്ചെന്ന് പറഞ്ഞു. ഇത് പിന്നെ 6 രൂപയെന്ന് ചോദിച്ചു. അന്നേരം അവളെടുത്താൽ കുടിച്ചു. കുടിക്കാനുള്ളവരുടെ ആണെങ്കിൽ കുടിക്കാനുള്ളവർ കുടിക്കണം, അല്ലെങ്കിൽ എടുത്ത് വെക്കണം. ഇവിടെ കൊണ്ട് ചുമ്മാ വെച്ചിട്ട് അങ്ങ് പോയേക്കുക. എല്ലാവരും കുടിച്ചല്ലോ ഇവിടെ, അവൾ മാത്രം കുടിക്കാതെ അവിടെ എന്നാന്ന് വെച്ചേക്കുന്നത്. ചൂട് പോലും ഇല്ലായിരുന്നു. ചൂടുണ്ടാ തണുക്കാൻ വെച്ചാന്ന് പറയാം. നാരായണി ഇടി ഇടി കൂട്ടിപ്പോടാ. മഴയായോണ്ട് ഇനി ഇറങ്ങത്തില്ലോ. ഇവിടെ എന്താണ് അവസ്ഥ? മഴ പെയ്തു തുടങ്ങിയല്ലോ. എല്ലാവരും ഇങ്ങോട്ട് വന്നു. ഇവിടെ മഴ പെയ്യുമ്പം വെള്ളം വരുന്നതിന് ചെറിയ പ്രശ്നമാണ്. കാറ്റടിച്ച് പിന്നെ പൊക്കുമായിരുന്നു. അതിന് ഇതിൻ്റെ മുകളിൽ കൂടെ ഇവിടെ ഒരു പൈപ്പിട്ട്. പൈപ്പ് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അത് കറക്റ്റായിട്ടല്ല കിടന്നത്. അപ്പോൾ ആ പൈപ്പിട്ട് പ്ലാസ്റ്റിക് പൈപ്പാണ്. അതിനകത്ത് ഇച്ചിരി വെയിറ്റ് കയറ്റി ഇപ്പോൾ കറക്റ്റായിട്ട് വെള്ളം പോകുന്നുണ്ട്. ഒന്നും ചെയ്യണ്ട. മറ്റേ എല്ലാ പ്രാവശ്യവും മഴ പെയ്യുമ്പം അതൊന്ന് ശരിയാക്കി കൊടുക്കണമായിരുന്നു.
ഇപ്പോൾ അത്യാവശ്യം നല്ല മഴയാണ്. കാറ്റുണ്ടല്ലോ, കാറ്റാ പണി. ചിലങ്ങനെ വലിച്ചു കൊടുത്ത് കാണും. നല്ല സൂപ്പർ മഴ, തണുത്ത് നനയുകയും കൂടെ ചെയ്തുകൊണ്ട് തണുത്ത് വരക്കാൻ തുടങ്ങി. വീണ്ടും പെയ്യുക. ഒന്ന് നിന്നായിരുന്നു പെയ്തിട്ട്. ഒരുത്തനിവിടെ ഒറ്റപ്പെട്ടു പോയി, വേറെ എല്ലാം പോയി അതിലില്ല കണ്ടൊക്കെ എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവനിവിടെ കിടന്ന് ഭയങ്കര കാർച്ചയാണ്. വിശന്നിട്ടാണോ എന്ന് അറിയത്തില്ല. ചോറൊക്കെ കൊടുക്കുക, മീനൊക്കെ കൂട്ടി കുറച്ച് കഴിച്ച്. അത്യാവശ്യം കുറച്ച് വെള്ളമായി, മറ്റവർ ഊരിയിട്ടു. ബാക്കി പട്ടികളെ ഒന്നും കാണുന്നില്ല. മഴയൊക്കെ ആയിരുന്നു. ഇവിടെയാണ് അത് തള്ളയായിട്ട് അങ്ങ് പോയെന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും ഇല്ല, ഈ ഏരിയയിലൊന്നും ഇല്ല.